300 വർഷങ്ങൾക്ക് മുമ്പ് കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാർ ആവിഷ്കരിച്ച കലാരൂപമാണ് ഓട്ടംതുള്ളൽ. ഈ കാലത്തിൻ്റെ ഏടുകൾ തുരുതുരാ മാഞ്ഞു കഴിഞ്ഞിട്ടും ഏടുകൾ മാറി മറിഞ്ഞിട്ടും ഈ കലാരൂപത്തിൻ്റെ ആശയത്തിനോ ആവിഷ്കാര ഭംഗിക്കോ അതിൻ്റെ പ്രയോഗങ്ങൾക്കോ ഒട്ടും മാറ്റു പറഞ്ഞിട്ടില്ല. ഈ ആധുനിക സാഹിത്യമാവട്ടെ അതിൻ്റെ ഭാഷാപ്രയോഗങ്ങളെയൊന്നും വെല്ലുവിളിക്കാൻ ഒട്ടും ശ്രമിച്ചിട്ടുമില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് ഓട്ടംതുള്ളലിൻ്റെ ഈ ഘടന. മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട കലയാണ് ഓട്ടംതുള്ളൽ. പക്ഷേ ഈ ഓട്ടംതുള്ളലിന് തന്നെ 3 വിഭാഗമുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഓട്ടംതുള്ളൽ മാത്രമാണ് നമുക്ക് എപ്പോഴും പരിചയം. ഇല്ലേ ശീതങ്കം തുള്ളലോ പറയൻതുള്ളലോ കാണാനുള്ള ഭാഗ്യം പലർക്കും ലഭിച്ചിട്ടില്ല. സെൻട്രൽ മാഗസിൻ ഇത്തവണ ആ ഒരു കുറവ് നികത്തുകയാണ്. ഓട്ടംതുള്ളലിനൊപ്പം പറയൻതുള്ളലും ശീതങ്കം തുള്ളലും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ് സെൻട്രൽ മാഗസിൻ. മലയാള ഭാഷയ്ക്കും കേരളീയ സമൂഹത്തിനും വാക്കുകളിലൂടെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയ കവിയാണ് കുഞ്ഞൻ നമ്പ്യാർ. സാഹിത്യത്തിലൂടെ കലയിലൂടെ സാമൂഹിക വിമർശനം നടത്തി സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേലാളന്മാരുടെ കണ്ണു തുറപ്പിച്ച ആദ്യകാല വിപ്ലവകാരി. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച് ചടുലതാളത്തിൽ ഓട്ടംതുള്ളൽ ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റിയിട്ട് 3 നൂറ്റാണ്ട് പിന്നിട്ടു. സന്തതം കൈതൊഴുന്നേ തമ്പുരാൻ തവ പദകമലം സന്തതം കൈതൊഴുന്നേ. തുള്ളലിൻ്റെ വകഭേദങ്ങൾ 3 എണ്ണമുണ്ടെങ്കിലും ഓട്ടൻതുള്ളലല്ലാതെ പറയൻതുള്ളലും ശീതങ്കം തുള്ളലും കാണാനുള്ള ഭാഗ്യം പലർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുള്ള അവസരമാണ് കലാമണ്ഡലം മോഹനകൃഷ്ണൻ്റെ ശിഷ്യന്മാർ ഒരുക്കിയത്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ തുള്ളലുകൾ ചേർത്ത് തുള്ളൽ ആഹാര്യത്രയം എന്ന പരീക്ഷണം. ഇന്ന് ഈ 3 തരം തുള്ളലുകളും ഒരേ വേദിയിലേക്ക് അതിൻ്റെ ആഹാര്യം മാത്രം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കഥയെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു സംഭവമാണ് തുള്ളൽ ആഹാര്യത്രയം എന്ന് പറയുന്നത്. ഇത് തികച്ചും ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം എന്ന കഥയാണ്. ഈ കല്യാണ സൗഗന്ധികം എന്ന കഥയിലെ 3 കഥാപാത്രങ്ങളെ പാഞ്ചാലി, ഹനുമാൻ, ഭീമൻ, ഇങ്ങനെ 3 കഥാപാത്രങ്ങളെ 3 വേഷങ്ങളെ കൊണ്ട് സൂചിപ്പിച്ച് അവരുടെ സംഭാഷണങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് അതിനോടൊപ്പം തന്നെ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ തുള്ളൽ ആഹാര്യത്രയം. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഈ 3 തരത്തിലെ തുള്ളലുകളും കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് സാധാരണയായി ഓട്ടൻതുള്ളൽ മാത്രമാണ് എല്ലാ ദിക്കിലും പ്രചരിച്ചു വരുന്നത്. കുറച്ച് ശീതങ്ങനുണ്ട്, പറയൻ വളരെ തീരെയില്ല എന്ന് പറയാം. അത്രയും ശോചനീയാവസ്ഥയുള്ള പറയൻതുള്ളൽ. അപ്പോൾ ഇതിൻ്റെ ഈ 3 തരം വേഷങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങൾക്ക് ഈ 3 തരം തുള്ളലുകളും കാണണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പരീക്ഷണം നടത്തുന്നത്. ഇത് കൊണ്ടുപോ
എന്നു കൽപ്പിക്കുകയും കണ്ട വസ്തുക്കളിൽ കാഴ്ചയുണ്ടായവൾ കൊണ്ടുവാ എന്നു കൽപ്പിക്കുകയും കൊണ്ടുവാ എന്നു കൽപ്പിക്കുകയും. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 64 തുള്ളൽ കഥകൾ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു. അതിൽ ആദ്യകാല കൃതിയായ കല്യാണ സൗഗന്ധികം ശീതങ്കൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഓട്ടൻ തുള്ളലിനാണെങ്കിൽ പാട്ട് വേഗത്തിൽ വേണം. വേഗത കുറച്ച് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. പതിഞ്ഞ രീതിയിൽ പാടേണ്ടതാണ് പറയൻ തുള്ളൽ. അതായത് ഇതിൻ്റെ ഒരു അടിസ്ഥാന താളം എന്ന് പറയുമ്പോൾ ഓട്ടം തുള്ളലിന് ഇവിടെ വരുന്നത് ആദി താളം എന്ന്, ചെമ്പട താളം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഇപ്പോൾ 2 വരി ഞാൻ ചൊല്ലാം. ഈ മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൾക്കട രോഷമി എന്നത് ഗരുഡൻ, ഇങ്ങനെ ആദ്യ താളത്തിൽ പിടിച്ചിട്ട് അത് ചെല്ലാൻ പറ്റും. നേരെ മറിച്ച് ഈ ശീതങ്കൻ തുള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാന വരികളെല്ലാം പോകുന്നത് നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശടം, അങ്ങനെ തകിട്ട അങ്ങനെ ആ ചാപ്പ് ഗണ്ട നടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയനിലേക്ക് വരുമ്പോൾ അത് ത്രിപുട എന്ന താളത്തിലേക്ക് പാക്കനാർ കുലം തന്നിൽ പിറന്നുള്ളൊരടിയൻ്റെ വാക്കീനെ ശ്രവിക്കേണം വൈകാതെ ബുധന്മാരെ, അങ്ങനെ ആ ഒരു ത്രിപുട താളത്തിലേക്ക് വരുന്നുണ്ട്. കല്യാണ സൗഗന്ധികം തുള്ളലിലെ പാഞ്ചാലിയും ഭീമനും, ഹനുമാൻ എന്ന വയസ്സൻ കുരങ്ങനും ഭീമനും തമ്മിലുള്ള സംഭാഷണങ്ങൾ പലതും മലയാളി മറക്കാത്ത വരികളുടെ മായാപ്രപഞ്ചമാണ്. തുള്ളൽ ആഹാര്യത്രയത്തിലൂടെ കല്യാണ സൗഗന്ധികം വേദിയിലെത്തുമ്പോൾ ഓട്ടൻ തുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം പ്രസൂൺ ഭീമസേനായും കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ ഹനുമാന്റെ വേഷത്തിലും ഇവരുടെ ശിഷ്യ കുമാരി സാരംഗി എസ് ശേഖർ പാഞ്ചാലിയായും ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി. കലാമണ്ഡലം പ്രസൂൺ ഓട്ടംതുള്ളലും കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ ശീതങ്കൻ ഭേദത്തിലും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുമാരി സാരംഗി എസ് ശേഖർ പറയൻ തുള്ളലും അവതരിപ്പിച്ചു. ആദ്യമുണ്ടായത് ശീതങ്കൻ തുള്ളലാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ് പെടുന്നത്. കുഞ്ചൻ നമ്പ്യാർ ആദ്യം എഴുതിയത് കല്യാണ സൗഗന്ധികം എന്ന കഥയാണ് എന്ന് പറയുന്നു. അതിനുശേഷം അത് ഏറ്റവും ചുരുങ്ങിയ ഒരു സാഹചര്യത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കി അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഒരു രാത്രി കൊണ്ട് ഇത്രയും 10,000-2000 വരികളുള്ള ഒരു കവിത എഴുതുക എന്നുള്ളത് അസാധ്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെ വളരെ താളാത്മകമായിട്ടും അതുപോലെ തന്നെ പല താളങ്ങളും ചേർത്ത് പല രാഗങ്ങൾ ചേർത്ത് വളരെ അക്ഷരപ്രാസത്തോടുകൂടി ഇത്രയും നല്ലൊരു കവിത എഴുതിയുണ്ടാക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം അത് നേരത്തെ എഴുതി വച്ചിരിക്കാം. ഒരു പക്ഷേ ചാക്യാരോടുള്ള ഒരു കലഹത്തിൻ്റെ പേരിൽ മാത്രം പിറ്റേ ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് കുരുത്തോലയും അമ്പലപ്പുഴ പട്ടുകോണകും അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ വേഷത്തോടെ ചെയ്തതാണ്. പിന്നീട് അതിൽ വിപുലമായ വേഷവിധാനങ്ങളൊക്കെ പിന്നീട് വന്നു. പ്രമുഖരുടെ മുഖത്തു നോക്കി പറയേണ്ട കാര്യങ്ങൾ നീരസം വരുത്താതെ
ഹാസ്യരസപ്രധാനമായി പറയാനുള്ള കല നമ്പ്യാർ രൂപപ്പെടുത്തുമ്പോൾ അന്നത്തെ പരമ്പരാഗത കലകളായ കൂടിയാട്ടം, കൂത്ത്, കഥകളി, കൃഷ്ണനാട്ടം, പടയണി, വേലകളി തുടങ്ങിയവയിൽ നിന്ന് പലതും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ വേണമെങ്കിൽ അദ്ദേഹത്തിന് നമ്പ്യാർ തുള്ളൽ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ പറയൻ, ശീതങ്കൻ, ഓട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സമൂഹത്തിലെ താഴ്ന്ന കിടയിൽപ്പെട്ട ജാതികളായിരുന്നു. അപ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന കിടയിൽ കിടക്കുന്നവർക്കും സമൂഹത്തോട് പലതും പറയാനുണ്ട്, അല്ലെങ്കിൽ രാജാവിനോട് ഉണർത്തിപ്പിക്കാൻ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് അദ്ദേഹം കവിത എഴുതി. വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ വിപ്ലവ കവി എന്ന് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പുരാണ കൃതികളെ അവലംബിച്ചായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ മിക്ക തുള്ളൽ കൃതികളും. എന്നാൽ അവയിൽ കഴിയാവുന്നത്ര നർമ്മവും സാമൂഹ്യ പ്രസക്തിയുള്ള പരിഹാസവും കലർത്തുവാൻ കവി ശ്രദ്ധിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക, സാംസ്കാരിക, ഭക്ഷണശീലങ്ങൾ തുടങ്ങി സകല വിഭാഗങ്ങളിലേക്കും നമ്പ്യാരുടെ കൃതികൾ വെളിച്ചം വീശുന്നു. പരിസ്ഥിതിയുടെ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ച് പ്രകൃതിയിലെ കാഴ്ചകൾ, ജന്തുക്കളുടെ ആകൃതിയും അവയുടെ പ്രത്യേക സ്വഭാവവും വ്യക്തികളുടെ മനോനില തുടങ്ങിയവ ആഴത്തിൽ വർണ്ണിക്കുന്നതിൽ നമ്പ്യാർക്ക് ഒരു പ്രത്യേക പാടവം തന്നെ ഉണ്ടായിരുന്നു. നമ്പ്യാരെ എഴുതിയ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നതും ഉദാഹരിക്കുന്നതും ഒക്കെ ആ നമ്പ്യാരുടെ വരികൾ വെച്ചിട്ട് തന്നെയാണ്. അത് ആ വരികളുടെ പ്രത്യേകതയാണ്. അത്രയും ജീവൻ തുളുമ്പി നിൽക്കുന്ന വരികളാണ്. ആ വരികളുടെ പ്രത്യേകത തന്നെയാണ്, അതിന് ഒരു സംശയവുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു കവിയും ഇത്ര പ്രാസം ഒപ്പിച്ച് ഇത്ര താളം ഒപ്പിച്ചിട്ട് വരികൾ എഴുതിയിട്ടുള്ളതല്ല. പല താളങ്ങളും ഈ പടയണിയെന്നും അതൊന്നൊക്കെ താളങ്ങളെടുത്ത്, ഇപ്പോൾ മർമ്മതാളം, ലക്ഷ്മീതാളം, കുണ്ടനാച്ചി താളം എന്ന് പറഞ്ഞിട്ട് കുറേ താളങ്ങളുണ്ട്. ആ താളത്തിൽ മർമ്മതാളത്തിലൊക്കെ അദ്ദേഹം എഴുതി വെച്ചാൽ കറക്റ്റാണ്. ഉദ്ധതപതി നരപതി തന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു, തൈ ദി തൈ ദി തി തൈ ദി തി തി തൈ. അങ്ങനെ ആ താളം ഇത് ഇപ്പോൾ ലക്ഷ്മി താളത്തിൽ ഒട്ടിന്നും പാട്ടിന്നും ഒട്ടും വിജയ നിണക്കുരസമില്ലേ ദിത്തിത്തൈ ദിഗിതത്തൈ ദിത്തൈ ദിഗിതൈ ദിദൈത ദിഗിതത്തൈ. അങ്ങനെ ആ താളം ഒപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വരി എഴുതി വച്ചിരിക്കുന്നത്. തുള്ളൽ കലാകാരന്മാർക്ക് മെയ്വഴക്കം നേടുവാൻ കളരിയഭ്യാസം സഹായിക്കുന്നു. എന്നാൽ മെയ് സാധകത്തോടൊപ്പം ചുവട് സാധകം, മുദ്രാസാധകം, മുഖാംഗസാധകം, ചൊല്ലിയാട്ടം എന്നിവയിലും ശിക്ഷണം ലഭിച്ചിരിക്കണം. പരിഹാസത്തിന് മേൽക്കൈയുള്ളതിനാൽ കുറുക്കിക്കൊള്ളുന്ന നർമ്മത്തിനും തുള്ളലിൽ പ്രാധാന്യമുണ്ട്. ഇതുകൂടാതെ സാഹിത്യത്തിലും സംഗീതത്തിലും കലാകാരന്മാർക്ക് പ്രാവീണ്യം വേണം. തള്ളിപ്പുറത്താക്കി നിങ്ങളെ ദർശനം തള്ളിപ്പുറത്താക്കി നിങ്ങളെ ദർശനം. നളചരിതം, കിരാതം, ഘോഷയാത്ര, സ്യമന്തകം, രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോദ്ഭവം, ബാലിവിജയം, ബാണയുദ്ധം, അഹല്യാമോക്ഷം എന്നിങ്ങനെ ഒട്ടേറെ കൃതികൾ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളലിന് വേണ്ടി രചിച്ചിട്ടുണ്ട്. തുള്ളലിൽ താളങ്ങൾക്കും രാഗങ്ങൾക്കും പ്രസക്തിയുണ്ട്. ഗണപതി, ചെമ്പട, ചമ്പ തുടങ്ങിയ താളങ്ങളും അഠാണ, നീലാംബരി, ബിലഹരി, ഭൂപാളം, കാനക്കുറിഞ്ഞി, നാട്ടക്കുറിഞ്ഞി എന്നീ രാഗങ്ങളും തുള്ളലിൽ ഉപയോഗിക്കുന്നു. ചാക്യാർ അരങ്ങത്ത് വെച്ച് പരിഹസിച്ചതിൽ വികാരം കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉടനടി രൂപം കൊടുത്ത കലയാണ് ഓട്ടൻതുള്ളൽ എന്നാണ് കഥയെങ്കിലും ഈ കല
കേരളത്തിൻ്റെ സാമൂഹിക കലാചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥാനം ഒട്ടും ചെറുതല്ല.